എൻ്റെ ഒറ്റ സുഹൃത്ത് വരെ എന്നെ കളിയാക്കിയൊരു സമയം ഉണ്ടായിരുന്നു. വർക്കൗട്ട് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. നിവിൻ പോളി പറഞ്ഞൊരു ഡയലോഗില്ലേ, കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക്. അതിലേക്ക് ഇറങ്ങണം, എന്നാലും മാത്രം നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. വെറുതെ കേട്ടിരുന്നിട്ട് വീട്ടിലിരുന്നിട്ടൊന്നും കാര്യമില്ല. ഫിറ്റ്നസ്, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പ്രൊഫഷണൽ ഇൻസ്ട്രക്ടറായി ഒരുപാട് പേരുടെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് പിന്നിലുള്ള ഒരു റിയൽ പേഴ്സണാലിറ്റി, മിസ്റ്റർ കേരള, മിസ്റ്റർ സൗത്ത് ഇന്ത്യ 2025, മിസ്റ്റർ മലപ്പുറം, ചാമ്പ്യൻസ് ഓഫ് ചാമ്പ്യൻ എന്നിങ്ങനെയുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ളത്. ഹലോ എവ്രിവൺ, ദിസ് ഈസ് ജിംഷി. വെൽക്കം ടു വൺ ഡ്രീം മീഡിയ. നമുക്ക് എന്നുള്ളത് ഒരു അടിപൊളി ഗസ്റ്റാണ്. സോ ലെറ്റ്സ് വെൽക്കം ഫാസിൽ ഫൈസി. ഹലോ, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ടല്ലോ. മിസ്റ്റർ കേരള, മിസ്റ്റർ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ മലപ്പുറം, അങ്ങനെയുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്നൊരു ഡിസ്ക്രൈബ് തന്ന് നമുക്ക് തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര തടിച്ചുള്ള വ്യക്തിയായിരുന്നു, നല്ല തടിച്ചുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വരെ എനിക്ക് എൻ്റെ ഒറ്റ സുഹൃത്ത് വരെ എന്നെ കളിയാക്കിയൊരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു ട്രെയിനറിൻ്റെ അടുത്താണ് ഫസ്റ്റ് പോയത്. ഫസ്റ്റ് ആ തടി മാറ്റാൻ വേണ്ടി ഞാൻ ട്രെയിനറുടെ അടുത്ത് പോയി. ആ ട്രെയിനർ ഒരു 2 month 3 month കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫാറ്റ് ബേൺ ആവുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എനിക്കിങ്ങനെ കോമ്പറ്റീഷൻ ചെയ്താൽ ബേൺ ആവുമെന്ന് കുറേ പേര് പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വേണ്ടി അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ട്രെയിനർ പറയുകയാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് എൻ്റെ ഫേസിൽ നോക്കി പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഫീലായി. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. എന്നിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ഒരു ജിം ട്രെയിനറിനെ പരിചയപ്പെട്ടു. അഗെയിൻ ആ ഒരു ഇയറിൽ, ഐ മീൻ എനിക്ക് 15 വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, 15 വയസ്സിൽ നിന്ന് വർഷം മുമ്പാണ്, ഒരു 8 years. ഓക്കെ, അപ്പോൾ 15 വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 month മാത്രം ആ ഒരു പഴയ ട്രെയിനറുടെ അടുത്ത് പോയി. അഗെയിൻ അവരുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു ബാഡ് ഫീൽ വന്നപ്പോൾ ഒരു പുതിയ ട്രെയിനറിനെ കണ്ടെത്തി ആ ട്രെയിനറോട് ഈ കാര്യങ്ങളെ സംസാരിച്ചു. എനിക്കിങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഓക്കെ ഞാൻ കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ ചെയ്യാം. എന്നിട്ട് 16ാമത്തെ വയസ്സിൽ ഞാൻ മിസ്റ്റർ മലപ്പുറം 16ാമത്തെ വയസ്സിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. യെസ്. ഓക്കെ, അപ്പോൾ എന്നെ കളിയാക്കിയ ട്രെയിനർ അവിടെ ഉണ്ടായിരുന്നു. ഐ മീൻ ആ ഒരു കോമ്പറ്റീഷൻ കാണാൻ ആ കളിയാക്കിയ ട്രെയിനർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഫീലായിട്ടുള്ള സംഭവം തന്നെ. പിന്നെ എന്നെ കളിയാക്കിയ ആൾക്കാരാണ് കൂടുതൽ എനിക്ക് ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ട്, ബ്രോ എനിക്കൊരു ഡയറ്റ് പ്ലാൻ വേണം, എൻ്റെ വയറ് ചാടിയിരിക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്നെ അപേക്ഷിച്ചിട്ട് ഭയങ്കര സക്സസ് അത്. എനിക്ക് മെഡൽ കിട്ടിയതിനെക്കാട്ടും ഒന്നും കൂടി എനിക്ക് സീറോ നിന്ന് ഒരു ഹീറോയിലേക്ക് വന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതെ, സർക്കിളിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര ബാഡായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലായിട്ടും ഒരു കൂട്ടുകാരൻ എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് പോലും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ ഓപ്പണായി പറയുന്നതല്ല, അതായത് ഞാൻ ഒറ്റക്കാണ് ഞാൻ പോയത്, ഒറ്റയ്ക്ക് ചെയ്തു. ഒരു 4 yearsനുള്ളിൽ ഞാൻ ഏറെക്കുറെ എനിക്ക് മേടിക്കാൻ പറ്റുന്ന മെഡൽസൊക്കെ ഞാൻ മേടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടി വലുതാക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, ഒരു ജിം ട്രെയിനർ ആവുമ്പോൾ ഏറ്റവും വലിയൊരു ടാസ്ക് ഉണ്ടാവുമല്ലോ ഒരു ജിം ട്രെയിനിങ് കൊടുക്കുമ്പോൾ, അത്തരത്തിൽ എങ്ങനത്തെ ടാസ്ക്? ഇല്ല, എനിക്ക് ടാസ്ക് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വർക്കാണ്. ഈ എൻ്റെ പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് ആണെങ്കിലും ഞാൻ ട്രെയിനർ ആണെങ്കിൽ പോലും എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊരു ടാസ്ക്കായി ഫീൽ ചെയ്തിട്ടില്ല. ഡിസിപ്ലിൻ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയണമെങ്കിൽ ഡിസിപ്ലിൻ ആണോ മോട്ടിവേഷൻ ആണോ സക്സസ്സിലേക്ക് വേണ്ടതെന്ന് തോന്നിയിട്ടുള്ളത്? ഡിസിപ്ലിൻ തന്നെയാണ്. ഡിസിപ്ലിൻ തന്നെയാണ് വേണ്ടത് മെയിനായിട്ട്. പിന്നെ മോട്ടിവേഷൻ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന മോട്ടിവേഷൻ കുറേ പേർക്ക് ഓക്കെ ആവുന്നുണ്ട്. ബട്ട് അത് മാത്രം പോരാ, നമ്മൾ അതിലേക്ക് ഇറങ്ങണം, എന്നാലും മാത്രം നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. വെറുതെ കേട്ടിരുന്നിട്ട് വീട്ടിലിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇറങ്ങി ചെയ്യുക, സക്സസ് ആവും ഷുവർ. ഇപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ്റെ സമയത്ത് ഇപ്പോൾ ഒരു ടാസ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, ബോഡി ഷോ വിത്ത് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ അത് ഇപ്പോൾ ഡാൻസ് അറിയാത്ത ആളുകൾ വരെ അത് ചെയ്യണ്ടേ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, അത് ഡാൻസ് അല്ല, അത് കുറേ മൂവീസിലും അങ്ങനെ കാണുന്നുള്ള ഡാൻസ് അല്ല. നമുക്ക് ഡാൻസ് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിൽ നിന്ന് മാർക്ക് കിട്ടണം എന്നില്ല. ഐ മീൻ അതൊരു പോയിന്റേ അല്ല. ഓക്കെ, ആ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, ഉണ്ട്. അത് ഡാൻസ് അല്ല, അത് അതിന്റെ പോസിങ് അതിന്റെ ഒരു വൃത്തിയിൽ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അതിപ്പോ അതിനെക്കുറിച്ച് ഡാൻസ് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കോൺഫിഡന്റ് ഇല്ലാതെ, ഞാൻ ഡാൻസ് ചെയ്യാറില്ല. ഇല്ല. ഞാൻ അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. ഡാൻസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷെ അത് അവർക്ക് വേണമെങ്കിൽ ചെയ്യാന്നുള്ളൂ. അല്ലാതെ
ഈ മ്യൂസിക് പോസ് എന്നാണ് പറയുക. മ്യൂസിക് പോസ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഡാൻസ് അറിയില്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്താൽ മതി. ഐ മീൻ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും മതി. നമ്മളെ പോസിങ് തന്നെ നമ്മളൊന്ന് വാക്ക് ചെയ്യുക. നോർമൽ സ്റ്റേജിൽ നിന്ന് പെർഫോമൻസ് ചെയ്തതിന് ശേഷം മ്യൂസിക് ഇടുമ്പോൾ ജസ്റ്റ് വാക്ക് ചെയ്യുക. അവിടെ ലാസ്റ്റിൽ ജഡ്ജ് ഉണ്ട്, അപ്പോൾ അവരെടുത്ത് പോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ജിം ലൈഫിലേക്ക് വരുമ്പോൾ, ജിം ഇൻസ്ട്രക്ടർ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴേ ഏറ്റവും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫേസ് ഉണ്ടാവുമല്ലോ, ഒരു സിറ്റുവേഷൻ, സാഹചര്യം. പത്രത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് മീൻ എൻ്റെ ഏജ് പറയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ചില ആൾക്കാർ നോക്കുന്നില്ല. ഐ മീൻ ചില ഓണേഴ്സ്, ഞാൻ ഒരുപാട് ജിമ്മിൽ നിന്നിട്ടുണ്ട്, മിക്ക ഓണേഴ്സും എൻ്റെ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ പറയുന്നതാണ്. ചില ഓണേഴ്സ് എക്സ്പീരിയൻസ് നോക്കൂല. ചില ഓണേഴ്സ് ഓക്കെ ജസ്റ്റ് എ ട്രെയിനർ. ഐ മീൻ ഏജും കൂടി പറയുമ്പോൾ ചെറിയ ചെക്കനല്ലേ, അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതെ, ഐ മീൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഏജ് ബേസിൽ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് പക്വതയില്ലാതായിരിക്കും സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കേ അറിയുള്ളൂ എനിക്ക് ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെ ആവാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഓക്കെ, റിജക്ഷൻ യെസ് കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ കിട്ടും. സമയത്ത് എന്തായിരുന്നു ഫീലിംഗ്? അങ്ങനെ ഒരു റിജക്ഷൻ കിട്ടിയപ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ ഏജിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബാഡ് ഫീലിംഗ് ഒക്കെ അടിക്കുമല്ലോ. അടിക്കും. കാരണം ഒരു ജിമ്മിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓണറിൻ്റെ അടുത്ത് നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവും. എനിക്ക് സ്വന്തമായിട്ടൊരു ജിം ഇടണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കോമ്പറ്റീഷൻ ലെവലിൽ കിട്ടിയപ്പോൾ, ഐ മീൻ തടിയനാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയപ്പോൾ ഞാൻ കോമ്പറ്റീഷൻ ചെയ്തു, ഞാൻ വിൻ ചെയ്തു, ഞാൻ അതിൽ സക്സസ് ആയി. ഇപ്പോൾ ചില ഓണേഴ്സ് നമ്മളവിടെ പറയുന്നതും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു ജിം ഇട്ടിട്ട് സക്സസ് ആക്കി കാണിച്ചു കൊടുക്കാനാണ് തോന്നാറ്. അത് ഞാൻ ചെയ്യുന്നു, എനിക്കറിയാം. അത് അങ്ങനെ അതെ, എനിക്ക് ചലഞ്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബോഡി ബിൽഡ് ചെയ്യണ സമയത്ത് ഏറ്റവും വലിയ മിസ്റ്റേക്ക്, എന്തെങ്കിലും തരത്തിലൊരു മിസ്റ്റേക്ക് വരാറുണ്ടോ പൊതുവേ? ഇപ്പം ഫാസിലിൻ്റെ കേസിലല്ലെങ്കിലും ഇപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും? മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചില വർക്കൗട്ട്സിൽ മിസ്റ്റേക്ക് വരും, പല കാര്യങ്ങളിലും മിസ്റ്റേക്സ് വരും. അതായത് മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ട്രെയിനേഴ്സ് ഏജ് കൺസൾട്ട് ചെയ്യാതെ ഈ സ്റ്റിറോയിഡ്സ് കൊടുക്കും. ചിലപ്പോൾ എൻ്റെ 15 വയസ്സിൽ അല്ലെങ്കിൽ 16 വയസ്സിൽ ഇപ്പോൾ കുറേ പേർക്ക് കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് മെസ്സേജ് അയക്കുന്നതാണ്, എങ്ങനെയാണ് എൻ്റെ കോച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മെഡിസിൻ എടുക്കാൻ. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു 25-26 ഏജുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒരു 20 എബോ മുകളിലേക്കുള്ള ആൾക്കാർ മാത്രം എടുക്കുന്ന മെഡിസിൻസ് ആയിരിക്കും. അത് ഈ 15 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു മെഡിസിന് ഈ ട്രെയിനേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു ലാഭമുണ്ട്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ കൊടുക്കും. പക്ഷെ നമ്മൾ ഹെൽത്തിന് എഫക്റ്റ് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ള സംഭവം തന്നെയാണ് ഈ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. ഭയങ്കര സൈഡ് എഫക്റ്റാണ്. പക്ഷെ അത് ചെയ്യണ്ട, ഞാൻ അതിനൊരിക്കലും അത് കുറ്റല്ല, സോറി, അതിനൊരിക്കലും ഞാൻ ഫോളോ ചെയ്യാൻ പറയില്ല. ബട്ട് അത് ചെയ്യുന്നവരുണ്ട്, ഇത്രയും ചെറിയ ഏജിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചെയ്യുന്നവർ വളരെ കെയർഫുൾ ആവുക, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഈ വർക്കൗട്ട്സ്. ചില ആൾക്കാർ സ്വയം, ഒരുപാട് പേര് എനിക്കറിയാം, സെൽഫായിട്ട് മെഡിസിൻ മേടിച്ചിട്ട് സെൽഫായിട്ട് മെഡിസിൻ യൂസ് ചെയ്തിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ നോക്കി വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയാമല്ലതും എന്ന് പറഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവരാരും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കൊരു ഇഞ്ചുറി വന്നാൽ നിങ്ങൾ എൻ്റെ ട്രെയിനറാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ പറയാം, നിങ്ങൾ തന്ന വർക്കൗട്ട് കൊണ്ടാണ് എനിക്ക് ഇഞ്ചുറി വന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഇത് സെൽഫായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ അത് ഏറ്റെടുത്ത് നമ്മൾ തന്നെ പെയിൻ അനുഭവിക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫിറ്റ്നസിൻ്റെ വീഡിയോസൊക്കെ വരാറുണ്ട്. അപ്പം അവരുദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ വെറുതെ ഒരു ഷോ ഓഫ് ആയിരിക്കാം. അതിനെക്കുറിച്ചിട്ട് എന്താ അഭിപ്രായം? എനിക്ക് പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ വരുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുന്നത് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ടാണ്. ഇപ്പോൾ പോസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെൻ്റെ കോമ്പറ്റീഷൻ ടൈമിൽ മാത്രമേ ഇടാറുള്ളൂ. അതിന് ശേഷം ഇടൽ വളരെ കുറവാണ്. ഓഫ് സീസണിലൊന്നും ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർ ഒരുപാട് കുട്ടികൾ വരുന്നു. എനിക്ക് വരുന്നത് കൂടുതൽ 15 വയസ്സ് തൊട്ട് 20 വയസ്സിനുള്ള ആൾക്കാരാണ് കൂടുതൽ വരും. ഐ മീൻ ബ്രോൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്, ബ്രോൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ പോസ്റ്റ് പഠിച്ചത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ആ ഏജിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആ ഏജിൽ നിൽക്കുമ്പോൾ ഒരു എന്നെക്കാട്ടി ഏജുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
അതുപോലെ അവർക്ക് ഞാനൊരു ഇൻസ്പയർഡ് ആകുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ജിം ട്രെയിനറിലേക്ക് വന്നിട്ടുള്ള ഒരു സാഹചര്യം ഇങ്ങനെയാണ്. ആദ്യം ഈ ഒരു ബോഡി ബിൽഡിങ്ങിലൂടെയാണോ ജിം ട്രെയിനറിലേക്ക് വന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ല തടിച്ചുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ജിമ്മിന് പോയി ചേർന്നു. അപ്പോൾ അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കോമ്പറ്റീഷൻ ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു സർട്ടിഫൈഡ് ആയി. അഗെയിൻ ഞാനൊരു ജിമ്മിൽ ട്രെയിനറായി കയറി. ഇവിടെ തന്നെ നാട്ടിൽ തന്നെ കയറി. ഇവിടുന്ന് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ യു എയിൽ എത്തിയത്. അങ്ങനെ യു എയിൽ എത്ര വർഷം ജിം ട്രെയിനർ ആയിട്ട് തന്നെയായി? യു എയിൽ ഞാൻ അത്ര ആയിട്ടില്ല, ഞാൻ 2 years ആയിട്ടുള്ളൂ. 2 years തന്നെ കുഴപ്പമില്ലാത്തൊരു ഒരു കുറച്ച് ക്ലയൻസിനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അതിന് ഭയങ്കര സക്സസ്. ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവാറില്ലേ? അപ്പം അത്തരത്തിലുള്ള നെഗറ്റീവ്സിനൊക്കെ എങ്ങനെയാണോ ഓവർകം ചെയ്ത് കയറി വന്നിട്ടുള്ളത്? ഈ ഒരു ഏജിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അതെങ്ങനെയാണ് അതൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത്? അത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നെ പഠിപ്പിച്ച സാറ് വരെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ നീ എവിടെ എത്തൂല. എൻ്റെ പാരൻസ് മീറ്റിങ്ങിൽ എൻ്റെ ഉമ്മാനോട് സാറ് പറഞ്ഞതാണ്, ഇതിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ ഇവൻ എവിടെ എത്തൂല. ഇവനിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ എവിടെയെങ്കിലും എത്തും. ഒരിക്കലും ഇതിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ അവർ അത്രയും കൺഫേം ആയിട്ടാണ് പറഞ്ഞത്. എവിടെ എത്താൻ പറ്റില്ല എന്നുള്ള ലെവലിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ഫാമിലീസിൻ്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഒരു 2 years 3 years കോമ്പറ്റീഷൻ കഴിഞ്ഞ് എനിക്കൊരു പേരായി എന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഫാമിലി വരെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ഒരു സമയത്ത് കുറച്ച് മുന്നേ വരെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു ടൈറ്റിൽ വന്നപ്പോൾ എനിക്കിപ്പോൾ ആരില്ല. എന്നല്ല, ആൾക്കാർ കുറഞ്ഞു തുടങ്ങി. ആൾക്കാർക്ക് ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന അവരെ പോലെ ഞാൻ നടക്കണം, അവരെ കൂട്ടത്തിൽ ഇരുന്നിട്ട് അവരെ പോലെ ചിന്തിക്കണം. അത് പറ്റില്ല. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ വേറെയാണ്. അപ്പം അതിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫ്രണ്ട്സിന് പോലും ഇപ്പോൾ ചിലപ്പോൾ മെയിൻ ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്? ഇപ്പോൾ ഞാനൊരു പാൻസ് എടുക്കാനൊരു ഷോപ്പിൽ പോയി. അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ടിനെ മാത്രമാണ് കൊണ്ടുപോകാറുള്ളൂ. കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്നെ കളിയാക്കി തുടങ്ങി തന്നെ പൊരുത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. അപ്പോൾ അവനെ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഉള്ളിൽ അവന് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത. അവനായിട്ട് പോയി എനിക്ക് ഈ 40 സൈസ് ലാസ്റ്റ് വരുന്ന 40 സൈസ് എനിക്ക് പാൻറ് കൊള്ളുന്നില്ല. അപ്പോൾ അവന് അവിടെ നിന്നിട്ട് അവിടുത്തെ ഷോപ്പിലത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ട് എന്നെ കളിയാക്കിയൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഷോപ്പിലത്തെ ആൾക്കാർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അവർ വരെ ചിരിച്ചെന്നുള്ള ഇവൻ കാരണം. അതൊക്കെ ഭയങ്കര പെയിനായിരുന്നു. കാരണം കൂടെ നിന്നിട്ട് ഞാൻ ഒറ്റൊരാളെ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ ഞാനൊക്കെ ഈ ലെവലിലെത്തി. ഞാൻ ജിമ്മിൽ ട്രെയിനർ ആവണതിന് മുമ്പ്, യു എയിൽ പോകുന്നതിന് മുമ്പ്, ഇവിടെ ഞാൻ ട്രെയിനർ ആയിരുന്ന നമുക്കൊരു 50K എന്തായാലും കിട്ടുള്ളൂ, മാക്സിമം 20K. അപ്പോൾ ആ സമയത്ത് എനിക്കൊക്കെ മാസം 35K ഉണ്ട്. നീയൊക്കെ ഈ ലെവലിലേ മുന്നോട്ട് പോകുള്ളൂ എന്ന് എൻ്റെ ഒരൊറ്റ കൂടെ വന്ന ചെക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ് ഫീലിങ്സ് തോന്നിയത്? എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണറിഞ്ഞു പോയി. കാരണം എനിക്കൊന്നും ആവാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ കോമ്പറ്റീഷൻ വിൻ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ജോബ് എന്നുള്ളൊരു സംഭവം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത്രയും സാലറി ഉള്ള ജോബ്, ഓക്കെ, ഒരു 20K ഉള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്കൊക്കെ 35K മിനിമം കിട്ടുന്നുണ്ട്, എനിക്ക് ഇനിയും കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവനങ്ങനെ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്രയും വിൻ ചെയ്തത് വെറുതെ ആയോ, അങ്ങനെയൊക്കെ ആയി. പിന്നെ അഗൈൻ യു എയിൽ പോയപ്പോഴാണ് ഇതിനുള്ള സാധ്യതകൾ മനസ്സിലായത്. ഇതിനെങ്ങനെയൊക്കെ ആൾക്കാരെ നമുക്ക് ക്ലയൻസിനെ കൂടെ നിർത്താൻ പറ്റും, എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുഴപ്പമില്ലാത്തൊരു ലെവലിൽ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. യെസ്, ഇനി അടുത്ത എനിക്ക് ഒരു ജിം ഇടണം, ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ പെയിന് വന്നുകൊണ്ടാണ് ഞാൻ എനിക്ക് സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വന്നിട്ടുള്ള ഒരു റിയൽ മോട്ടിവേഷൻ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ട്രോളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെയാണ് ആളുകൾ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അത്തരത്തിൽ വല്ല ട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോണത്? കറന്റ് എനിക്കിപ്പോൾ ഒരു ട്രോൾസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല. എക്സ്പെക്ട് ചെയ്യണം നമ്മൾ. വേണം. എന്നെ അപേക്ഷിച്ചിട്ട് എനിക്കൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേഗം വിഷമാവും. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അത് വിഷമം ഉണ്ടാവും, ഒരു 2-3 days ഉണ്ടാവും എന്തായാലും. കാരണം എനിക്ക് നെഗറ്റീവ്സ് വരാത്തതുകൊണ്ട് പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും.
ഓക്കെ, ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വരുമ്പോൾ വരോ ഇല്ലെന്ന് അറിയില്ല, വന്നാൽ എന്തായാലും വരാൻ തന്നെ ചാൻസ് ഉണ്ടാവും. സോഷ്യൽ മീഡിയ പക്ഷെ പെട്ടെന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്ന ഒരാളാണെന്ന് തോന്നുന്നു ഫാസിൽ. ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളിലേക്ക് ഏർപ്പെടും. എനിക്ക് അത്രയും വിഷമം, ഞാൻ അങ്ങനെ പറയുന്നല്ല, എനിക്ക് അത്രയും വിഷമം വന്നാൽ ഞാൻ ജിമ്മിൽ പോലെ ചെയ്യല്. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഓക്കെ ആവും മൈൻഡ്. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അതായത് ഇപ്പോൾ ഈ ഒരു ജിമ്മിൽ പോയതുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ ഇമോഷണലി മെൻ്റലി അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ലവ് ഫെയിലിയർ വരുന്ന സമയത്ത് ബ്രേക്കപ്പ്, ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പം കൂടുതൽ ആളുകൾ ജിമ്മിലേക്ക് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ നേരം സ്പെൻഡ് ചെയ്യും. അപ്പം അത് എത്രത്തോളം ഒരു ഫാക്റ്റ് ഉണ്ട്? ഈ ജിമ്മിൽ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി ബിൽഡ് ചെയ്യാൻ മാത്രമല്ല. ഓക്കെ, എനിക്കത് ഇഷ്ടമാണ് ഞാൻ ചെയ്തത്. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, അത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നങ്ങൾ, ഒരു ഡിപ്രഷൻ വന്ന ആൾക്കാരാണെങ്കിലും, ഐ മീൻ ഒരു ഒറ്റപ്പെട്ടിട്ട് ആരുമില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഈ ജിമ്മ് ബെസ്റ്റാണ്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ വർക്കൗട്ട് മാത്രമല്ല, അവിടുന്ന് കുറച്ച് പേരെ നമുക്ക് സംസാരിക്കാൻ കിട്ടും. പിന്നെ യെസ്, ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടും. എനിക്ക് ഇപ്പോഴും കൂടുതലുള്ളത് ജിമ്മിൽ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സിനെ കാട്ടും എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ജിമ്മിൽ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് പക്ക ഓക്കെ ആവും. നമ്മൾ എന്ത് പ്രശ്നങ്ങളിലുണ്ടെങ്കിൽ പോലും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ആ ഒരു ആംബിയൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മെന്റലി നമ്മൾ ഓക്കെ ആവും. അതായത് മൈൻഡ് ഫുള്ള് എൻഗേജ്ഡ് ആവുന്നതുകൊണ്ടാണോ നമ്മൾ ആ ഒരു ഫിറ്റ്നസിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ആയിട്ട്. പിന്നെ അത് പോരാത്തതിന് നമ്മളെ ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ ജിമ്മിലേക്ക് പോയി, പിന്നെ ഞാൻ ജിമ്മ് എനിക്ക് ഓക്കെ ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് പഠിക്കാനും ഒരു തോട്ട് വരും. എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ചാൽ കൊള്ളാം, ഈ വർക്കൗട്ട് എന്തിനാണ്, ഈ ഫുഡ് കഴിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഒരു അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ഓക്കെ ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ നമ്മൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ജിമ്മിൽ പോകുന്ന ഒരാളാണ്, നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് ക്ലിയർ ആക്കി തരാനും പറ്റും. ഇപ്പോൾ ഒരു ഒരാൾ വന്നിട്ട് നിങ്ങളടുത്ത് പറയണ നിങ്ങൾ ജിം ട്രെയിനർ ആണല്ലോ, അപ്പം ജിം ട്രെയിനറുടെ അടുത്ത് വന്നിട്ട് പറയാണ് എനിക്ക് ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ 6 പാക്ക് ആവണമെന്ന്. അപ്പം എന്തായിരിക്കും അവർക്ക് ആ സമയത്ത് കൊടുക്കുന്ന ഒരു റിപ്ലൈ എന്തായിരിക്കും? അതൊരിക്കലും പോസിബിൾ അല്ല. അത് അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. ചിലവരുണ്ട് എൻ്റെ കല്യാണമാണ് നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, എനിക്ക് അതിൻ്റെ ഉള്ളിൽ വയറ് കുറയണം, 6 പാക്ക് ആവാൻ പറ്റുമോ? ഒരിക്കലും അത് പോസിബിൾ അല്ല. അതിനി ഏത് എളുപ്പവഴി കൂടെ പോയാലും ഒരിക്കലും പോസിബിൾ അല്ല. ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഹാർഡായ സംഭവം. അതിൽ പോലും ഞങ്ങൾ ഒരു കട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്കിൽ നിന്ന് പെട്ടെന്ന് കട്ടാകുമ്പോൾ കട്ടിങ്ങിലേക്ക് ചെല്ലുമ്പോൾ അതിനൊരു 2 months വേണം. നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് മോർണിംഗ് ഈവനിങ് ഒക്കെ എങ്ങനെ പോലെ ഒരു 8-9 hours വർക്കൗട്ട് ഉണ്ടാവും ഒരു 1 day കട്ടിങ്ങിൽ കേട്ടോ. ആ സമയത്ത് പോലും നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്താൽ പോലും ഒരു 2 months വേണം. അപ്പം നോർമലി പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ആവണമെന്ന് ഒരിക്കലും അത് പോസിബിൾ അല്ല. നമ്മളവർക്ക് അവരെ ഒരിക്കലും ഡൗൺ ആക്കാതെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ഇമ്പോർട്ടൻറ്റിൽ ഇപ്പോൾ വർക്കൗട്ടാണോ ഡയറ്റാണോ ഒരു ഫിറ്റ്നസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ടും കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡ്രീം ബോഡിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മളത് രണ്ടും വേണം. അത് വർക്കൗട്ടും ഡയറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ആ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് ജിമ്മിലേക്കാന്ന് പറഞ്ഞിട്ട് പോവും കുറേ, എന്നിട്ടൊരു മാക്സിമം 2-3 ദിവസം ഭയങ്കര കോൺഷ്യസ് ആയിട്ട് അവരതിൽ പോവും. പക്ഷെ നിങ്ങൾ പറയുന്ന ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ട്, പക്ഷെ പിന്നെ കാണാൻ അവർ പോയിട്ട് ജങ്ക് ഫുഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടോ? പിന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അവരെങ്ങനെയാണ് ഉപദേശിച്ച് ശരിയാക്കുന്നത്? എനിക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. UAE നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. UAE നമ്മളങ്ങനെ കാണൂല. ഇവിടുന്ന് ഭയങ്കര ക്യാച്ച് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഇവിടുന്ന് നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേക്കറിലോ പോയി കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ജങ്ക് ഫുഡ് കഴിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ചമ്മല് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് എനിക്ക് അവിടുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ജിമ്മിലെത്തിയിട്ട് പറയും ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തത്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് മനസ്സിലാവും. യെസ്. ഓക്കെ, ഇപ്പോൾ ഒരു മോർണിംഗ് വർക്കൗട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലത്, നൈറ്റ് വർക്കൗട്ടാണോ നല്ലത്? വർക്കൗട്ട് ചെയ്താൽ മതി. ഒന്നുമില്ല. ഇല്ല. ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര ബിസി ലൈഫാന്ന് വെക്ക്, അയാൾക്ക് ടൈമേ ഇല്ല, ജിമ്മിൽ വരാനുള്ള ടൈമേ ഇല്ല. അവർ ജസ്റ്റ് ഒരു 20 minutes ഒക്കെ വേണമെങ്കിൽ അവർക്ക് മാറ്റി വെക്കാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഒരു സിമ്പിളായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
എക്സസൈസ് അങ്ങനെയുള്ള അത്രയും ബിസിയായുള്ള ആൾക്കാർ 20 മിനിറ്റ്സ് ഒരു നോർമലി ഒരു വർക്കൗട്ട് ഒരു 45 മിനിറ്റ്സ് മതി. ഓക്കെ, അത് ചിലർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ജിമ്മിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. അത്രക്കൊന്നും ഒരു ആവശ്യമില്ല. ഞാനൊക്കെ 30-35 മിനിറ്റ്സിനുള്ളിൽ വർക്കൗട്ട് കഴിക്കും. ഇപ്പോൾ അത്ര ആവശ്യമുള്ളൂ. നമ്മളെ ശരീരത്തിന് വേണ്ട കാര്യം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ടൈം ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക, ബോഡി ഒന്ന് എൻഗേജ്ഡ് ആക്കുക, അത്രേ ഉള്ളൂ. വാക്കിംഗ് നല്ലതാണ്. കാർഡിയോ ഭയങ്കര. ഇനിയിപ്പോൾ കാർഡിയോ ചെയ്യാൻ ചിലർക്ക് വാക്ക് ചെയ്യാൻ മടിയായിരിക്കും, റൺ ചെയ്യാൻ മടിയായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, അങ്ങനെ ചെയ്താലും ഓക്കെയാണ്. ഇപ്പം ഞാനൊരു ഫണ്ണായിട്ടൊരു കാര്യം ചോദിക്കുന്നു. ഇപ്പോൾ പ്രോട്ടീൻ ഷേക്ക്, ഓക്കെ, കേരള ഫുഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കേരള ഫുഡ് കഴിക്കും. അത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് നെക്സ്റ്റ് മന്ത് അഗെയിൻ ഞാൻ ഒരു കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ കേരള ഫുഡോ അടുത്ത് കൂടെ പോകാൻ പോലും പറ്റില്ല. നമുക്ക് ഒരു 1 ഇയർ നമ്മളെല്ലാം കട്ട് ചെയ്യും. ഈ ഷുഗർ ആണെങ്കിലും ഒക്കെ ഫുൾ കട്ടിങ് അല്ല, എന്നാലും ഭയങ്കരമായിട്ട് കുറക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരിക്കലും ഈ കേരള ഫുഡ് കഴിക്കാനില്ല. അപ്പോൾ ഉള്ളൊരു 2-3 മന്ത്സ് കുറച്ച് എൻജോയ്മെൻറ്റ്. ഞാൻ എൻ്റെ പേഴ്സണലി കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നും ആരും ചെയ്യണ്ട. അപ്പോൾ ഞാൻ കോമ്പറ്റീഷൻ ചെയ്യുന്ന ആളായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ എനിക്ക് പറ്റില്ല. അങ്ങനെ ഈ ഒരു ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്യണം. ഡയറ്റ് കൺട്രോൾ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെൻ്ററി എടുക്കുക. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത് പോയോണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ ചില ആൾക്കാരുടെ ഒരു മൈൻഡ് മാറും. കുറച്ച് സമയം കഴിഞ്ഞാൽ അയ്യോ ഇതൊന്നും വേണ്ട, ജിമ്മ് വേണ്ട, അവർക്ക് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അതെ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഏത് ഫുഡും കഴിക്കാം. ഇനിയിപ്പോൾ അൺഹെൽത്തി ആണെങ്കിൽ പോലും അതൊന്ന് ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. നമ്മൾ ഈ ക്വാണ്ടിറ്റി കൂട്ടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാലറീസ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഓക്കെയാണ് ഒരു കണക്കിന്. അതിനെ അത്രയും ഫോഴ്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, അത്രയും കൂടുതൽ കഴിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ട്രെയിൻ ചെയ്ത കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട്. ഒരു ചലഞ്ചാക്കി എടുത്തിട്ട് അങ്ങനത്തെ ക്ലയൻസ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ എനിക്ക് UAE സമയത്ത് ഒരു നീ ഇഷ്യൂസ് വന്നിട്ട് ആൾക്ക് അങ്ങനെ ഇരുന്ന് എണീക്കുമ്പോൾ പെയിൻ വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ 4 മന്ത്സിൽ ആൾക്ക് ഓക്കെ ആയിട്ട് ആൾ അത്യാവശ്യം ഹെവി വെയിറ്റ് ഇട്ട് ചെയ്യാൻ തുടങ്ങി. ഹെവി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നല്ല, ആൾക്ക് സ്ട്രെങ്ത് ഓക്കെ ആയി. ഓക്കെ, ചില ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വെയിറ്റ് എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. ഓരോ ഹെൽത്ത് ഇഷ്യൂസിനനുസരിച്ചായിരിക്കും ഓരോ വർക്കൗട്ട്സ് കൊടുക്കുന്നത്. നമ്മൾ നിങ്ങൾക്കുള്ള ഹെൽത്ത് ഇഷ്യൂ എന്താണ് അതിനനുസരിച്ച് നമ്മൾ നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ BCA ഒക്കെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിന് മാത്രം പ്രിഫർ ചെയ്ത് നമ്മളൊരു ഡയറ്റ് തരുള്ളൂ. അതിനനുസരിച്ചൊരു വർക്കൗട്ട് തരുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ വർക്കൗട്ട് കൊടുക്കാൻ ഒരിക്കലും പാടില്ല. അത് ഇവിടെ ഞാൻ പൊതുവേ പണ്ടേ മുതൽ കണ്ടുവരുന്ന സംഭവമാണ്. എല്ലാവർക്കും ഒരേ ഡയറ്റ്, എല്ലാവർക്കും ഒരേ വർക്കൗട്ട്. ഓക്കെ, അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മളെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഒരു ഡയറ്റ് ഉണ്ടാക്കി അവർക്ക് വേണ്ട വർക്കൗട്ട്സ് ഏതൊക്കെ കൊടുക്കേണ്ടതെന്ന് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് ശരിക്കും. അതാകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരും. എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ടാം ഒരുമിച്ച് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വരും, എനിക്ക് വരില്ല. ശരിക്കും നമ്മൾ ഒരുമിച്ച് ഒരേ വർക്കൗട്ട് ഒരേ ഡയറ്റ് ആയിരിക്കാം. അപ്പോൾ ഓരോ ബോഡി ടൈപ്പ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഫ്രണ്ട്സിലെ തന്നെ ഇങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ അസൂയപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടോ? അസൂയപ്പെടുന്നെന്ന് വെച്ചാൽ യെസ് ഉണ്ട്. അത് ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് വന്ന ആൾക്കാരുണ്ടാവും. ഫ്രണ്ട്സിൽ നിന്ന് തന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങിയ ആൾക്കാർ, അവർക്ക് ഫസ്റ്റൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. എങ്ങനെ ഓരോ ടൈറ്റിൽ അല്ലെങ്കിൽ ഓരോ മെഡൽസ് വരുന്ന അനുസരിച്ചിട്ട് എന്നിട്ടുള്ള ബന്ധം കുറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അറിയില്ല. ഇപ്പം ഞാനിപ്പോൾ അവരോട് സംസാരിക്കാൻ പോയാലും അവരെനിട്ട് വല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്നത് ഞാൻ എന്തോ അവരേറ്റവും ആ ഒരു അറിയില്ല എന്താണെന്നറിയില്ല. അങ്ങനെ അത്രയും ഫ്രണ്ട്സായ ആൾക്കാരുണ്ടാവും. നമ്മൾ പണ്ടേ മുതൽ ജിമ്മിൽ ഒരുമിച്ച് പോയ ആൾക്കാർ എഗെയിൻ ഇപ്പോൾ കാണുമ്പോൾ ചെറിയൊരു മാറ്റം. യെസ്, അതെ.
ഇപ്പൊ ജിം ട്രെയിനർ ആണല്ലോ. ഇപ്പൊ ജിമ്മില് വന്നു കഴിഞ്ഞാല് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്താന്ന് പറയാൻ പറ്റുമോ? ഫോട്ടോ എടുക്കുന്നതാണ്. അതെ, സെൽഫി എടുക്കല്. Yes, എവിടെ നോക്കിയാലും കാണാം. എന്താണ് അതിന്റെ പിന്നിൽ ആ ഒരു ചെയ്തോ വികാരം എന്താണ്? ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ഡേ വന്നാൽ പോലും, ഒരു 1 വീക്ക് വന്നാൽ പോലും എല്ലാവരുടെ കയ്യിലും കാണാം ഒരു സെൽഫി. എന്താണ് അതിന്റെ ചെയ്തോ വികാരം? അതെന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്തോളം, ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി നമ്മൾ ആ മിററിലേക്ക് നോക്കുമ്പോൾ, ഒരു വർക്കൗട്ട് കഴിഞ്ഞ പാട് മിററിലേക്ക് നോക്കുമ്പോൾ ഒരു നമുക്ക് ഫീൽ ചെയ്യും, ഞാൻ ചേഞ്ച് ആയോ, എൻ്റെ ബൈസെപ്സ് ഒന്നും കൂടി ഫോം ആയോ, ഷോൾഡർ ഒന്നും ഫോം ആയോ എന്ന് തോന്നുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തേക്കാം, ആ ഒരു ലെവലിൽ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള ഒരാളാണ്, ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരാളും തന്നെയാണ്. അപ്പൊ ബാക്കിയുള്ളവരോട് ചോദിക്കാറുണ്ട്, ഇവിടെ വന്നിട്ട് എന്താ നിങ്ങൾ എപ്പോഴും സെൽഫി എടുക്കുന്നത്? അത് സെൽഫ് കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞാൽ. മിററിൽ നോക്കിയിട്ട് വാവ് ഞാൻ അടിപൊളിയാണ്, അത് ഞാനും പറയുന്ന ഒരാൾ തന്നെയാണ്. കാരണം എൻ്റെ ചേഞ്ച് ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇപ്പോൾ 3 മന്തിലോ 4 മന്തിലോ ഞാൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ മിററിൽ നോക്കുമ്പോൾ ഫസ്റ്റ് വന്ന സമയത്ത് എൻ്റെ ബോഡി ഇപ്പോഴത്തെ ബോഡിയുള്ള കമ്പയർ ചെയ്യും. ഓട്ടോമാറ്റിക്കലി മൈൻഡ് നോക്കിയിട്ട് ഓക്കെ ഞാൻ ചേഞ്ച് ആയല്ലോ, ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം എന്നുള്ള തൊട്ട് വരും. ഇപ്പോൾ ഒരുപാട് ജിമ്മിൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ UAE ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ടാവും ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെ ഒരു ജിമ്മിൽ. ഇപ്പോൾ കുറേ ജിമ്മിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ആൾക്കാരുള്ള ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിലായിരിക്കും നമ്മൾ പിക്ചേഴ്സ് എടുക്കുന്നത്. അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, അതിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ ശരിക്കും എല്ലാ ജിമ്മിലും അങ്ങനെ വെക്കുമ്പോൾ ഒരു സെപ്പറേറ്റഡ് ഏരിയ ഫോട്ടോസിനായിട്ട് വെക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും. ഇത് സത്യം പറഞ്ഞൊരു കോൺഫിഡൻസിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്, എൻ്റെ ബോഡി ചേഞ്ച് ആയെന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ പിക്ചർ എടുക്കും. അത് ജിമ്മിൽ നിന്ന് എടുക്കാൻ കാരണം ആ സമയത്ത് കിട്ടുന്നൊരു പമ്പ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, അത് ഭയങ്കര രസമാണ്. അത് ഫീൽ ചെയ്താൽ ഭയങ്കര അടിപൊളിയാണ്. വർക്കൗട്ടൊക്കെ സെയിം ആണല്ലോ, ഇപ്പം എല്ലാ ട്രെയിനേഴ്സും കൊടുക്കുന്നത് ഒരേപോലെയാണ്. ഇപ്പോൾ ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വ്യത്യസ്തത കൊടുക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വർക്കൗട്ട് കൊടുക്കാറ്. പിന്നെ ഞാനൊരു ബോഡി ബിൽഡർ ആയതുകൊണ്ടും ഞാൻ ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കോമ്പറ്റീഷൻ ബേസിൽ ഒരു 3 പേരായിട്ട് എനിക്ക് ട്രെയിൻ ചെയ്ത് തന്നെയുണ്ട്. അപ്പം 3 പേരെ രീതിയും ഡിഫറെൻറ്റാണ്. അപ്പം 3 പേരെ ഒന്ന് കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പഴയ കോച്ചിൻ്റെതായിരിക്കാം ബെസ്റ്റ്, ചിലത് ഇപ്പോൾ പിന്നെ ട്രെയിൻ ചെയ്ത കോച്ചിൻ്റെ ആയിരിക്കാം ബെസ്റ്റ്. ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാത്രമാണ് കൊടുക്കാറ്. കൊടുത്തിട്ട് റിസൾട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഒരു വർക്കൗട്ട് കൊടുക്കുമ്പോൾ ആ വർക്കൗട്ടിൽ ഫീൽ ചെയ്തോന്ന് അവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്സിനെ ആയിരിക്കണം അത് ഫീൽ ചെയ്യേണ്ടത്. ആ പാർട്സിന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ യെസ് ഇതിന് കിട്ടുന്നുണ്ട്, ഓക്കെ, അത് വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് വരും. അവർക്കും അതൊരു ഓക്കെ ആയി മാറും. നമ്മൾ ഓക്കെ ഇത് ചെയ്തോന്ന് പറഞ്ഞ് പോകരുത് ഒരിക്കലും. അവിടെ നിൽക്കുക, അവർക്ക് ഫീൽ ചെയ്യുന്നവരെ കൂടെ നിൽക്കുമ്പോൾ. അതായത് ഒരു ക്ലയൻസിന് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് തോന്നുന്നത്? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടല്ലോ ടാസ്ക്. എന്താണെന്ന് വെച്ചാൽ അവരാദ്യം ജിമ്മിലെത്തിയാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾ അച്ചീവ് ചെയ്തതിൻ്റെ ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്ത് അതാണ് വേണ്ടത്, അതാണ് സക്സസ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്തണം. നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്തു, ഓക്കെ ഇനി വിശ്രമിക്കാം, അതല്ല, അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. അതിലാണ് പാട് വരുന്നത്. ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവില്ല, ഇതിങ്ങനെ ഫോളോ ചെയ്യാൻ ഭയങ്കര മടിയായിട്ടുള്ളവരുണ്ടാവില്ലേ? ആ മടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്നതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഞാൻ ഡയറ്റ് കൊടുക്കാറ്. അതായത് ആ മടിയുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡാണ് ഇഷ്ടം, നിങ്ങൾ ഈ ഫുഡ് കഴിക്കുമോ, ആ ഫുഡ് കഴിക്കുമോ? അപ്പോൾ അവർ പറയുന്നത് ഓട്ടോമാറ്റിക്കലി ചിലപ്പം പറയും ഞാൻ ബിരിയാണി കഴിക്കും, അത് കഴിക്കും, എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് ബിരിയാണി കൊടുക്കാം, നമ്മൾ ഡയറ്റിൽ ബിരിയാണി കൊടുക്കാം, എന്തും കൊടുക്കാം. അത് ഒന്ന് കാലറി ക്ലിയർ ആക്കി ഒന്ന് ഓക്കെ അതിൻ്റെ ശേഷം കൊടുക്കും. അവർക്ക് ഇൻടേക്ക് എടുക്കേണ്ട ഒരു കാലറീസ് ഉണ്ട്, ഇൻടേക്ക് എടുക്കേണ്ട എല്ലാം, ഒന്ന് പ്രോട്ടീൻ ആണെങ്കിലും എല്ലാം ഇൻടേക്ക് എടുക്കേണ്ട ഒരു ഇത് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. അത് ഇന്ന ഫുഡ് എന്നൊന്നുമില്ല, പ്രോപ്പറായിട്ട് ഇതന്നെ കഴിക്കണം അങ്ങനൊന്നുമില്ല. എൻ്റെ ക്ലയൻസിനോട് ഞാനിപ്പോൾ നോർമൽ ഡയറ്റിൽ നമുക്ക് കൊടുക്കും, ചിക്കൻ അല്ലെങ്കിൽ എഗ്ഗ് ഇത് ഈ ടൈമിൽ കൊടുക്കാം. ഇനിയിപ്പോൾ അവരോട് ഞാൻ ആ ഡയറ്റ് കൊടുത്തതിന് ശേഷം അവരോട് ഞാൻ പറയും കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല നിങ്ങളിതെടുത്തോ, കുഴപ്പമില്ല, നിങ്ങൾ കറി കഴിച്ചോ, നിങ്ങൾ ചോറ് കഴിച്ചോ, നിങ്ങൾ ബിരിയാണി കഴിച്ചോ എന്ന് വരെ കൊടുക്കുന്നുണ്ട് ഞാൻ. പക്ഷെ അത് നമ്മൾ കാലറി ക്ലിയർ ആക്കിയിട്ട് മാത്രം കൊടുക്കുള്ളൂ. ഒരു ക്വാണ്ടിറ്റി കൊടുക്കും, ആ ക്വാണ്ടിറ്റിയിൽ അപ്പുറം കൊടുക്കാൻ പാടില്ല. ഇഷ്ടപ്പെട്ട് കഴിക്കാം, ഇഷ്ടപ്പെട്ട് എന്ത് വേണേലും കഴിക്കാം, പക്ഷെ ഒരു ഡയറ്റ് ആ ഒരു ലിമിറ്റ് ഫോളോ ചെയ്താൽ മതി. എല്ലാവർക്കും ഒരേപോലെ ഒരേ ഡയറ്റ് തന്നെയാണോ കൊടുക്കുക? അല്ലല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലത്. അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെങ്ങനെയാണ് ഓരോ ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവുന്നത്, ഇന്ന ആൾക്ക് ഇന്ന ഡയറ്റ് കൊടുക്കണം, ഇന്ന ആൾക്ക് ഇന്ന ഡയറ്റ് കൊടുക്കണം? ഞാൻ നോക്കുന്നത് BCA ചെക്ക് ചെയ്യും, ബോഡി കോമ്പോസിഷൻ അനലൈസ്. അത് ചെക്ക് ചെയ്തിട്ട്
അതുമായി അവർക്ക് എത്ര ഇൻടേക്ക് കാലറീസ്, ഇൻടേക്ക് പ്രോട്ടീൻ ഒക്കെ എടുക്കേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ട് അവരെ ബോഡി ഫാറ്റ്സ് പെർസെൻറ്റേജ് എത്രയാണ്, എത്ര വെയിറ്റ്, ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. നമ്മൾ നോർമലി ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ആയിന്ന് വരില്ല. വെറുതെ കൊടുക്കാന്ന് മാത്രം. കറക്റ്റ് പ്രോപ്പർ വേ ഇതാണ്. ജിമ്മിൽ പോവാതെ തന്നെ ഒരു വ്യക്തിക്ക് അവരുടെ ബോഡിനെ ഫിറ്റ്നസ് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ പറ്റും. അപ്പൊ ജിമ്മിൽ പോകണം എന്ന് നിർബന്ധം ഉണ്ടോ? ജിമ്മിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീട്ടിൽ നിന്നാണ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് മേടിക്കാം, ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ ഒരു ജിം ഇൻസ്ട്രക്ടർ ഇല്ലാതെ നമുക്കത് ഇൻസ്ട്രക്ടറിനെ വേണം. അത് കൂടുതൽ അത് ഞാൻ അതിലേക്ക് എത്തുന്നുള്ളൂ. അതായത് ആദ്യം ഒരു ട്രെയിനറിനെ കൺസൾട്ട് ചെയ്ത് അവർക്ക് പേഴ്സണൽ ട്രെയിനിങ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചെയ്യാം, ഓൺലൈൻ വഴി ചെയ്യാം, വീഡിയോ കോൾ ചെയ്തിട്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഈ ഓരോ സ്ഥലങ്ങളിലേക്ക് ക്ലയൻസ് ഉണ്ട്, സ്കോട്ട്ലാൻഡിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് അവരുടെ അടുത്ത് എക്യുപ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ അത് ഓക്കെ ആയിരിക്കും. ഫിറ്റ്നസിനെ കുറിച്ചിട്ട് ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ അങ്ങനെ വല്ലതും ഉണ്ടോ ആളുകൾക്കിടയിൽ? ഫിറ്റ്നസിനെ കുറിച്ചില്ല, ബട്ട് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചുണ്ട്. യെസ്, പ്രോട്ടീൻ പൗഡർ കുറേ പേരുണ്ട്. ഇപ്പോൾ അതൊരു ബിസിനസ് ആക്കി ചെയ്യുന്നവരുമില്ലേ കൂടുതലും? അതോ എങ്ങനെ? അതായത് പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നവരില്ലേ? പ്രോട്ടീൻ പൗഡർ നെഗറ്റീവ് സംഭവമല്ല. പ്രോട്ടീൻ പൗഡർ ആവശ്യമുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, അതിൽ ക്വാളിറ്റി ആണ് നോക്കേണ്ടത്. നമ്മൾ ക്വാളിറ്റി ഓക്കെ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരിടും, അവർ പ്രോട്ടീൻ പൗഡറിൻ്റെ ആഡ് ചെയ്യും. അത് പോയി മേടിക്കാതെ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം മേടിക്കുക. ഓക്കെ, പിന്നെ ഇപ്പോഴും പഴയ ചിന്താഗതിയുള്ള ഒരുപാട് പേരുണ്ട്. ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നി ഇഷ്യൂസ് വരുന്നുള്ള, പിന്നെ ക്രിയാറ്റിൻ യൂസ് ചെയ്താൽ അങ്ങനൊന്നുമില്ല. അതൊക്കെ വെറുതെ, അതൊന്നും വിശ്വസിക്കാതിരിക്കാത്തുള്ളൂ. ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ മെസ്സേജ് എന്താണ്? ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കോ? സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക്. അതായത് ഇപ്പം എനിക്കൊരു ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എനിക്ക് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കത് ഫോളോ ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്യണമല്ലോ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നിങ്ങളെപ്പോലെ അത്രയും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അപ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ മെസ്സേജ് എന്താണ്? എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെ ഒരു ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിററിന് മുമ്പിൽ പോയി നിന്നാൽ മതി. ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റ് ആയിക്കോളും. യെസ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ പേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ മിററിൽ നോക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മളെ നെഗറ്റീവ്സ് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഫേസോ ഒന്നല്ല, ശരിക്കും നമ്മളെ ശരീരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നും. പിന്നെ ജിമ്മിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ട്രെയിനേഴ്സിൻ്റെ കയ്യിലാണ് ബാക്കി. ഒരുപാട് തടിച്ചുള്ള ആൾക്കാർ, ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർ, സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ജിമ്മിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മെൻ്റലി ഡൗൺ ആയ ആൾക്കാർക്കും, ഓക്കെ, ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ജിമ്മ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമല്ല, എനിക്കൊരുപാട് പേരെ ഒരുപാട് പേരെ പേഴ്സണലി അറിയുന്നതാണ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതാണ്, എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, എങ്ങനെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ഓക്കെ ആവുന്നത്. അപ്പം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജിമ്മാണ്. ഇപ്പോൾ ലേഡീസ് ക്ലയൻസ് വരുമ്പോഴേ അവർ എങ്ങനെയാണ് അവർക്കൊരു മാറ്റം അവരാഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? അത് പല ആൾക്കാരും പല രീതിയാണ്. ചിലർ തടിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, മെലിയാൻ വേണ്ടി വരുന്നവരുണ്ട്, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വരുന്നവരുണ്ട്. ഓക്കെ, എനിക്ക് വരുന്ന ക്ലയൻസ് കൂടുതൽ ചിലപ്പോൾ മെലിഞ്ഞവരായിരിക്കാം, എഗെയിൻ വീണ്ടും ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും വരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കൂടുതൽ ഫാറ്റ് ബേൺ ആക്കാൻ വരുന്ന ആൾക്കാരാണ് എനിക്ക് ക്ലയൻസ് ഉള്ളത്. കൂടുതൽ ഫിറ്റ്നസ് മാത്രം ഫോക്കസ് ചെയ്ത്. നമ്മളിപ്പോൾ റീൽസിൽ കാണാറില്ലേ, ഒരു ട്രെൻഡിങ് ആണത് ശരിക്കും. അതായത് ഇങ്ങനെ ചബ്ബി ഗേൾസ് എന്ന് പറയുമ്പം ഇങ്ങനെ ബോയ്സ് ഒക്കെ ഇങ്ങനെ കിടക്കും, പിന്നെ സ്ലിം ഗേൾസ് എന്ന് പറയുമ്പോൾ കുറച്ച് പേര് ഓടും, കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ കിടക്കും. പക്ഷെ ജിം ഗേൾ എന്ന് പറയുമ്പോൾ കാണാൻ എല്ലാവരും ഓടും, ആരും ഉണ്ടാവില്ല അതിൽ. അപ്പോൾ അവർക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളൊരു സാധനമാണ് അതിൽ കാണിക്കുന്നത് കൂടുതലും. അങ്ങനൊന്നുമില്ല. ഇപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബോയ്സിലാണെങ്കിലും ഒക്കെ ഫിറ്റ്നസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ലേഡീസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ രീതിയാണത്. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. എനിക്ക് അങ്ങനൊന്നുമില്ല. എന്തായാലും അല്ല, എനിക്ക് അങ്ങനെ ഞാൻ ഫിറ്റ്നസ് ജിമ്മിൽ പോകണം, ബട്ട് അങ്ങനെ വല്ലാണ്ട്
ആണെന്നൊന്നും എനിക്കില്ല. അവരെ ഇഷ്ടമാണ്, അവരെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കല്ലാതെ അതിനപ്പുറത്തേക്ക് അത് ചെയ്യരുത് അത് ചെയ്യണം അങ്ങനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഫിറ്റ്നസ് ആണ് ഏറ്റവും എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും പോകണം, ജിമ്മിനാണെങ്കിലും വർക്കൗട്ട് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കുറച്ച് മാസങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഷുഗർ കട്ടൊക്കെ ഓക്കെ, അപ്പൊ അതിന് ശേഷം ആ കോമ്പറ്റീഷൻ കഴിഞ്ഞ ഉടനെ ആ ഒരു സംഭവം ഷുഗർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ടു ഇതിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു ഫീല്? അത് ഭയങ്കര ഫീലാണ്. കാരണം കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ശരിക്കും അങ്ങനെ ഷുഗർ കഴിക്കാൻ പാടില്ല എന്നാ നമ്മൾ കോമ്പറ്റീഷൻ കഴിഞ്ഞ പാട് ഷുഗർ കഴിക്കുന്ന ഒരു ഫീലാണ് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ അത് കഴിക്കരുത് എന്നുണ്ട്. ചിലർ ഭയങ്കരമായിട്ട് കഴിക്കും. ഓക്കെ, അത് ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂസാണ്. ഓക്കെ, ഞാൻ കഴിക്കുമ്പോൾ ഞാൻ കഴിച്ച ഐസ്ക്രീം ആയിരുന്നു. കോച്ച് പറഞ്ഞു എന്നോട്, ഓക്കെ നീ ഐസ്ക്രീം കഴിച്ചോ. ആ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഇത്രയും ഞാൻ കുറച്ചേ കഴിച്ചോളൂ. എനിക്ക് പേടിയുണ്ട്, പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും ബോഡി. നമ്മൾ ഒന്നും കഴിക്കാതെ നിൽക്കില്ല, നമ്മൾ വാട്ടർ കട്ട് ചെയ്യും, സോൾട്ട് കട്ട് ചെയ്യും, ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഷുഗർ കഴിക്കുമ്പോൾ ബോഡി പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. ചിലപ്പം പിറ്റേ ദിവസം തന്നെ ഇച്ചിരി ഫാറ്റ് ബോഡിയിൽ കയറിയെന്ന് വരും. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ടൈറ്റിൽ കഴിഞ്ഞതിന് ശേഷം ഓക്കെ ടൈറ്റിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഷുഗർ കഴിച്ചു. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. 2 ഡേയ്സിന് കഴിഞ്ഞ് അഗൈൻ വീണ്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഒരു 1 വീക്ക് 2 വീക്സ് കഴിഞ്ഞ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോഡി ആകെ പഴയ കണ്ടീഷനൊക്കെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ബോഡിയും കൂടി പോകുന്ന ആലോചിച്ചാൽ മതി. കറക്റ്റ് കോൺഷ്യസ് ആയിട്ട് പോകണല്ലേ ഈ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര പാട്. ഇപ്പൊ പറഞ്ഞു വെള്ളം ചില ബോഡി കണ്ടീഷൻ പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ ചെയ്യാറുണ്ട്, എൻ്റെ ബോഡിയും ചില ഭയങ്കര പെട്ടെന്ന് ഫാറ്റ് കയറുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ കോച്ച് പറയാറ് നീ വാട്ടർ എടുക്കണ്ട ഒരു 6 hours, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒരു ചിലപ്പോൾ അത്ര ആവശ്യം ഉണ്ടാവില്ല. വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി, അപ്പോൾ ഒരു എനർജി ഉണ്ടാവില്ലല്ലോ വെള്ളം കുടിക്കാൻ. അതിലാണ് പോസ് ചെയ്യേണ്ടത്. അതിൽ പോസിങ് ഭയങ്കര ഹാർഡാണ്. നമ്മൾ വർക്കൗട്ടിനെക്കാട്ടും ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്താണ് പോസിങ്. ആ സ്റ്റേജിൽ നമ്മൾ പോസ് ചെയ്യുമ്പോൾ ചിലവർ ഒരുപാട് നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് അത്രയും ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. ഒരു പേര് എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ സുമേഷ് റാവു, അഭിലാഷ്, അങ്ങനെ ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്, മുസാദിഖ് മൂസ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിട്ട് അവർ പോസ് ചെയ്യണ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എങ്ങനെ ഇവർ പിടിച്ച് നിൽക്കുന്നത് തോന്നും. കാരണം ഇവരൊക്കെ അത്രയും കണ്ടീഷനായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ഇവരെങ്ങനെയാണ് ഈ പിടിച്ച് നിൽക്കുന്നത്. ഇവർക്കൊക്കെ കമ്പാരിസൺ വരും. ഇപ്പോൾ നമ്മൾക്ക് ഒരു പോസിങ്ങിൽ തന്നെ ഒരു പോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ടയർഡാവും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ടയർഡാവും. ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവരിൽ ആരാണ് ഫസ്റ്റ്, ഇവരൊക്കെ ഹെവി ബിൽഡേഴ്സ് ആയതുകൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇവരെങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അതൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് എനിക്ക്. അവരൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോഡി ബിൽഡറാണ് സുമേഷ് റാവു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട്, പിന്നെ ഞാൻ പണ്ടേ മുതൽ ആളെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്. ഫാസിലിന് ഏത് മസിലിനാണ് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടം? എനിക്ക് അപ്പർ ബോഡി എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലെഗ് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അഗെയിൻ എൻ്റെ ട്രെയിനറൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്ലയൻസിനെ വിളിച്ച് വരുത്തിയിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അതെൻ്റെ ട്രെയിനറുടെ അടുത്തുനിന്ന് പഠിച്ചത് ഞാൻ. ആള് ലെഗിൻ്റെ ഡയലൊക്കെ എന്നെ ലെഗാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഹാർഡായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇഷ്ടപ്പെടുന്നതും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. ലെഗ് പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും ഓക്കെ പെട്ടെന്ന് മസിൽ ഗ്രോ ആയിന്ന് വരില്ല. അപ്പോൾ ആ ഒരു മസിൽ പെട്ടെന്ന് ഗ്രോ ആയി വരുമ്പോൾ ഓക്കെ ബെറ്ററാണ്. ഞാൻ ഒന്നും കൂടി എനിക്ക് ഇഷ്ടമാണ് ലെഗ് ചെയ്യാൻ. പിന്നെ ട്രെയിനർ കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ഹാർഡായിരിക്കും എന്നുള്ളൂ. ആ ഒരു പെയിന് കറക്റ്റ് അറിയാൻ പറ്റും, അത്ര തന്നെ. ഇപ്പോൾ പൊതുവെ ഒരു സംഭവം കേൾക്കാറുണ്ട്, അതായത് 6 പാക്കുള്ള ബോയ്സിനോടാണ് കൂടുതൽ ഗേൾസിന് ഒരു പ്രത്യേക താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രപ്പോസൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ? പ്രപ്പോസൽസ് അല്ല, എനിക്ക് അങ്ങനെ മെസ്സേജ് വരാറുണ്ട് ഒരുപാട്. ഈ ജിം ക്രഷ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞതിന് ബിലീഫ് ഉണ്ടോ? അതായത് ജിം ബോഡി കണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ പെൺകുട്ടികൾ അട്രാക്റ്റഡ് ആൾക്കാരുണ്ട്. അങ്ങനെ വരുന്ന ഒരുപാട് പേര്, എനിക്ക് DM-ൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഒന്നും റീപ്ലൈ കൊടുക്കാറില്ല. ചിലപ്പോൾ റീപ്ലൈ കൊടുക്കേണ്ട കാര്യങ്ങൾ റീപ്ലൈ കൊടുക്കും. ചിലത് സീൻ ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടോ ഞാൻ റീപ്ലൈ അങ്ങനെ കൊടുക്കാറില്ല. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ മാത്രമായിട്ട് 6 പാക്ക് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇംപ്രസ് ചെയ്യുന്ന ആൾക്കാരെ അറിയൂ, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി അറിയില്ല. ഇങ്ങനെ 6 പാക്ക് കണ്ടാൽ മാത്രം ലേഡീസ് അങ്ങനെയൊന്നുമില്ല. എൻ്റെ
പേഴ്സണലി ഒപ്പീനിയൻ പറയാന്ന് വെച്ചാൽ നമ്മളൊരു എന്നിട്ട് സംസാരിച്ച ആൾക്കാരാണ് കൂടുതൽ എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ മെസ്സേജ് വരുന്നത് ഞാൻ റീപ്ലൈ കൊടുക്കാറില്ല. പറഞ്ഞാൽ ഒരു മൂവിയില് നിവിൻ പോളി പറഞ്ഞൊരു ഡയലോഗില്ല, കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക് ആവശ്യമില്ല ചോദിക്കുന്നത്. സിക്സ് പാക്ക് എന്ന് പറഞ്ഞത് എനിക്ക് വേണോ, എനിക്ക് ഓക്കെ, എനിക്ക് ഉണ്ടാക്കാം. അല്ലാതെ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഇത് ഒരു സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മെയിൻറ്റെയിനിങ്. ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ പാഷനാണ്, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ, അതുകൊണ്ട് മാത്രം ചെയ്യുന്നത്. ആ സമയത്ത് ബോഡി ഉണ്ടാവുന്നതൊക്കെ അത് ഓട്ടോമാറ്റിക്കലാണ് ഉണ്ടാവും. അല്ലാതെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സിക്സ് പാക്ക് ഇല്ല, ബട്ട് ഓക്കെയാണ്. എനിക്ക് ഇപ്പോഴും മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്താണ് ഡ്രീം? എന്താണ് എൻ്റെ ഡ്രീം? എല്ലാവർക്കും ഉള്ള ഒരു വലിയൊരു സ്റ്റേജ്, ഒരു ഒളിമ്പിയ സ്റ്റേജ് തന്നെയാണ്. അതിലേക്കുള്ളൊരു സ്റ്റെപ്പാണ് ഞാൻ നെക്സ്റ്റ് ഇയർ നോക്കുന്നത്. ഓക്കെ, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവും തോന്നുന്നു. ഞാൻ ഇവിടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഇനി ഞാൻ ഇറങ്ങാൻ ചാൻസ് ഇല്ല. എനിക്കൊന്നും കൂടി ബെറ്റർ സ്റ്റേജാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് എത്താൻ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ ഇപ്പോൾ ഒരു അമേച്ചർ ഒളിമ്പിയ എന്നൊരു ഇതുണ്ട്, അതിലൊക്കെ ഇറങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ UAE ദുബായ് പ്രോ എന്നൊക്കെ പറഞ്ഞൊരു കോമ്പറ്റീഷൻ, അതൊക്കെ വലിയ പരിപാടിയാണ്. അതിലൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സംഭവം തന്നെ. ഇനി അപ്കമിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അപ്കമിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അമേച്ചർ ഒളിമ്പിയ എൻ്റെ ഒരു ഡ്രീമാണ്, അങ്ങനെ ചെയ്യണം. പിന്നെ UAE ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്, അത് ചെയ്യണം. ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ വരുന്നത്. യെസ്. അപ്പോൾ നമ്മളെടുത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കുറേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. എന്താ പറയുക, എല്ലാ ആഗ്രഹങ്ങളും ഫ്യൂച്ചറിൽ സക്സസ് ആവട്ടെ, നല്ല പ്ലാറ്റ്ഫോമുകളൊക്കെ കിട്ടട്ടെ. വി വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.